എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് നിലവിൽ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ, യുവമോർച്ചയുടെ ചില ആശങ്കകളും അതുപോലെ തന്നെ യുവമോർച്ചയുടെ ചില നിലപാടുകളും മാധ്യമങ്ങൾക്ക് മുൻപാകെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പത്രസമ്മേളനം നടത്തുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മനുപ്രസാദ് അവர்களാണ്. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ ഉള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ഋഷഭ് മോഹൻ, യുവമോർച്ചയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ കൺവീനർ ശ്രീ വിഷ്ണുപ്രകാശ്, അതുപോലെ തന്നെ യുവമോർച്ചയുടെ സിറ്റി ജില്ലയുടെ സെക്രട്ടറി ശ്രീ ആകാശ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിലുള്ളത്. ശ്രീ മനുപ്രസാദ് അവരുടെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ആ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമുള്ളതാണെന്നും തുടക്കം മുതൽ തന്നെ കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരരംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടനയാണ് യുവമോർച്ച. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം ആ വിഷയങ്ങളിലൊന്നും പരിഹാരമായിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആസൂത്രണ ബോർഡിൽ നടന്നിട്ടുള്ള ഒരു അഴിമതി, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അത്യന്തം ഗൗരവതരമായ കാര്യമാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് PSC ചെയർമാന്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു കൊള്ളയാണ് ആസൂത്രണ ബോർഡിലത് എന്നുള്ളത് നഗ്നമായ സത്യമായി മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ ലിസ്റ്റിൽ നിന്നും കൊടുത്തിട്ടുള്ള ആളുകളെ 1ാം റാങ്കിലേക്കും 2ാം റാങ്കിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ആസൂത്രിതമായിട്ടാണ് PSC ചെയർമാൻ ഇത്തരത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന വലിയൊരു കാര്യമാണ്. കാരണം ആസൂത്രണ ബോർഡിലേക്കുള്ള എക്സാമിൽ പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ നിന്നും ആളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരീക്ഷ എഴുതിയ ആൾ എഴുതാതെ പോയ 10 ക്വസ്റ്റ്യൻ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമാക്കണ്ട എന്ന് PSCയുടെ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ടീം തീരുമാനിച്ചിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻ ആ പരീക്ഷയുടെ പാർട്ടിക്കാരൻ എഴുതാത്തത് കൊണ്ട് ആ പരീക്ഷയിൽ മൂല്യനിർണ്ണയം നടത്തണ്ട എന്ന തീരുമാനമെടുത്തു. അങ്ങനെ മൂല്യനിർണ്ണയം നടത്താതിരിക്കുന്നതിലൂടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, മാന്യമായി പഠിച്ച് പരീക്ഷ എഴുതിയ സാധാരണക്കാരായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 50ലധികം മാർക്കാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. 50ലധികം മാർക്ക് നഷ്ടപ്പെടുത്തി അവരെ പുറത്താക്കി തങ്ങളുടെ പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ നിന്നും ഒരാളെ നിയമിക്കാൻ പാർട്ടി സർവീസ് കമ്മീഷൻ, PSCയെ പാർട്ടി സർവീസ് കമ്മീഷനാക്കിയ പിണറായി വിജയൻ സർക്കാരിന്റെ നിരവധി കൊള്ളകളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത്തരത്തിലുള്ള വലിയ വലിയ കൊള്ളകൾക്ക് PSC നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് യാദൃശികമായ ശിവരഞ്ജിത്തിന്റെയും നസീറിന്റെയും സംഭവത്തിൽ ഒതുങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാപകമായ ക്രമക്കേടുകൾ ദൈനംദിനം നടക്കുന്ന ഒന്നായി PSCയെ കഴിഞ്ഞ 10 വർഷത്തേറെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റും. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഇത്ര ഗൗരവതരമായ വിഷയങ്ങൾ പുറത്തു വന്നിട്ടും നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു DYFI ആണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. യുവാക്കൾ വഞ്ചിക്കപ്പെടുന്നു, അവർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു DYFIയെ കേരളത്തിൽ നമ്മൾ കാണുകയാണ്. അവർ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് അവർക്ക് കിട്ടിയ ലാഭം തങ്ങളുടെ ഭാര്യമാരെയും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഈ പിൻവാതിൽ നിയമനങ്ങളിലൂടെ നിയമിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന ലാഭം അവർക്കുള്ളത് കൊണ്ടാണ് തല കുനിച്ച് യുവജന വഞ്ചകർക്ക് പാദസേവ ചെയ്ത് മിണ്ടാട്ടം മുട്ടിയ ഒരു സംഘടനയായി കേരളത്തിലെ DYFI മാറിയിരിക്കുന്നു. മറുപടി ഉണ്ടോ എന്ന് യുവമോർച്ച ചോദിക്കുകയാണ്. രണ്ടാമത്, ഇതെല്ലാം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ പുതിയൊരു ഗവൺമെന്റ് രൂപീകൃതമായത്. ബഹുമാനപ്പെട്ട VD സതീശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിക്കൊണ്ട് കേരളത്തിൽ ഒരു സർക്കാർ രൂപീകൃതമായി. രൂപീകൃതമാകുന്നതിന് മുൻപ് കേരളത്തിൽ ഉടനീളം ഓടി നടന്നു പറഞ്ഞത്, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി ഇവിടെ നടക്കുന്നു, PSC പിൻവാതിൽ സർവീസ് കമ്മീഷനും പാർട്ടി സർവീസ് കമ്മീഷനുമായി എന്ന് യൂത്ത് കോൺഗ്രസുകാരും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹത്തിന്
ലോങ് സൈറ്റ്, ദൂരക്കാഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കൺമുന്നിൽ നടക്കുന്നതൊന്നും കാണാത്ത മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. PSC മുൻപ് പിൻവാതിൽ സർവീസ് കമ്മീഷനും പാർട്ടി സർവീസ് കമ്മീഷനുമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി അതിനെ, നമ്മൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തതുപോലെ, അതിനെ ഒരു പിണറായി സതീശൻ കമ്മീഷൻ എന്ന നിലയിലേക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കാരണം സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ പാടില്ല. ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ നിലപാടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും തീരുമാനിക്കേണ്ടതെന്ന് നിലപാടുള്ള ആളാണ് ബഹുമാനപ്പെട്ട VD സതീശൻ. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന യുവജന സമരങ്ങളെ ഒന്നും അദ്ദേഹം കാണുന്നില്ല എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഇതിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. പരിഹാരം കാണാൻ വന്നയാൾ പരീക്ഷാ ചോർച്ചകൾ നിരന്തരം നടക്കുന്ന ഒരു PSCയെ സൃഷ്ടിക്കാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം നടന്ന PSCയുടെ പരീക്ഷാ പേപ്പർ ചോർന്നു. ആലപ്പുഴയിൽ നിന്ന് വെച്ച് അത് ചോരുകയും 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ആ ദുരവസ്ഥയ്ക്ക് വിധിക്കപ്പെട്ടത്. അതായത് പരീക്ഷയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതുമെന്നുള്ള അവസ്ഥ വന്ന് പരീക്ഷ ഹാളിലെത്തി പരീക്ഷ എഴുതാൻ പുറത്തു വന്ന് നിൽക്കുമ്പോഴാണ് അവരോട് പറയുന്നത് പരീക്ഷ ക്യാൻസൽ ചെയ്തു. അതിൽ PSC ചില മറുപടി കുറിപ്പൊക്കെ അതിൽ പറഞ്ഞില്ല പരീക്ഷ പേപ്പർ ചോർന്നു എന്നുള്ളത്.